Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാനൊരു മാംഗോ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സാധാരണ മിൽക്ക് ഷേക്ക് അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള നല്ലൊരു മിൽക്ക് ഷേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നൂടെ ക്ലിക്ക് ചെയ്യണം. ഇനി ഞാനിവിടെ മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 2 മാങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാദ്യമേ ഒന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഈ ഒരു പാകത്തിനൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ 1/2 ലിറ്റർ പാൽ, പിന്നെ ഒരു ചെറിയ കപ്പിൽ ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കസ്റ്റർഡ് പൗഡറിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഈ കസ്റ്റർഡ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാദ്യമേ തന്നെ ചെയ്തു വെക്കണമെന്ന് വെച്ചാൽ കസ്റ്റർഡ് പൗഡർ ഡയറക്റ്റായിട്ട് പാലിലേക്ക് ചേർത്താൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള പാല് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം എപ്പോഴും പറയുന്ന പോലെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ പാല് തിളക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഈ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കസ്റ്റർഡ് മിക്സ് പാലിലേക്ക് ചേർക്കുമ്പോൾ തന്നെ പാലും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും, കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. ഈ ഒരു പാകത്തിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ അറിയാം നമ്മുടെ കസ്റ്റർഡ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം വേണം കസ്റ്റർഡ് പൗഡർ ഇതിലേക്ക്, കസ്റ്റർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യരുത്, അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ആ കസ്റ്റർഡ് മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാംഗോ പ്യൂരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് വേണം കസ്റ്റർഡ് മിക്സിലേക്ക് ഈ മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് സാധാരണ മാംഗോ മിൽക്ക് ഷേക്കിൻ്റെ ടേസ്റ്റും ആയിരിക്കില്ല, നല്ലൊരു കസ്റ്റർഡ് മാംഗോയുടെ ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇതിന്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല, റെഫ്രിജറേറ്ററിൽ താഴെ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ഇനി ഇത് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മാങ്ങ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റെഡ് ചെറീസും ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ കുറച്ച് ചെറീസ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മാംഗോ സ്ലൈസസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഇങ്ങനെയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ മിൽക്ക് ഷേക്ക്. ഇടയ്ക്ക് ഇങ്ങനെ ജ്യൂസിൻ്റെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇനി നമുക്ക് മാംഗോ മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഐസ്ക്രീമും കൂടെ ഇതിന് മുകളിലേക്ക് സെർവ് ചെയ്യുമ്പോൾ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ഐസ്ക്രീമും വീണ്ടും കുറച്ച് ചെറീസും മാംഗോസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ മിൽക്ക് ഷേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.